आजा आजा मैं हूँ प्यार तेरा अल्लाह अल्लाह इनकार तेरा ओ आजा 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 अरे रे आजा आजा मैं हूँ प्यार तेरा अल्लाह अल्लाह इनकार तेरा ओ आजा 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 हो तुम पे हजारों की आंखें चाहे तुमको सहारा हो पलकों में आओ छुपा लूं नाजुक तन है तुम्हारा ओ आजा 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 അർജുനെ റോക്ക് സ്റ്റാർ ആണല്ലോ. ഞാൻ വിചാരിച്ചു ഇത് ഫസ്റ്റ് ആ ഇൻട്രോയില് പിന്നെ ഭയങ്കര കൂളായി എൻ്റെ പേര് അർജുൻ, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. അപ്പോൾ അമ്മയാണോ വന്നത്? അമ്മ വന്നിട്ട് പറയുന്നു ഇത് ഇങ്ങനെയാണോ നീ ജഡ്ജസിന് മുമ്പ് പെർഫോം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് പെർഫോം. അമ്മ ഇവിടെ ഉണ്ടോ? അമ്മയാണ് അർജുന്റെ. അമ്മ ഒന്ന് വേദിയിലേക്ക് വരൂ. അമ്മ അർജുൻ എങ്ങനെയാ വീട്ടില്? പണ്ടൊക്കെ ഇതിലും ഷൈ ആയിരുന്നു അവൻ. പണ്ടൊക്കെ ഇതിലും ചളിയായിരുന്നു. ഷൈ ആയിരുന്നു. അത് എനിക്ക് തരാനിരുന്നതാന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ കിട്ടി, സന്തോഷമായി. പണ്ടൊക്കെ ഇതിലും ഷൈ ആയിരുന്നു. ഇപ്പൊ ഷൈ മാറിയതാണോ നമ്മളിപ്പോ കണ്ടത്? ഇപ്പൊ ഷൈ മാറിയതാ. മാറി വരുന്നുണ്ട്. ആ ഓക്കെ. കാരണം നമ്മൾ ഇപ്പൊ ഈ പ്രോഗ്രാമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഷൈ എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും വന്നിട്ട് കാര്യമില്ല അല്ലേ ഗോപിച്ചേട്ടാ? പിന്നെ അതൊക്കെ ഞാൻ മറന്നു. ആ പവിഴം പോലെ തന്നെ ഇരിക്കുക ഞാനിപ്പോ. എനിക്കിതൊന്നും കേട്ടിട്ട് മനസ്സിലാണല്ലോ കാര്യം. പവിഴം പോലെ എന്ന് പറഞ്ഞ പാട്ട് ഭഗവാനാണ് സത്യം. ഞാൻ പറയട്ടെ, എൻ്റെ കണ്ണ് നിറഞ്ഞു. അതായത് ശരിക്കും ഞാൻ നോക്കുന്നത് സിംഗിങ് പെർഫെക്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ പാണ്ഡിത്യമൊന്നുമല്ല. ഞാൻ നോക്കുന്നത് അതിൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഉളവാക്കിയോ എന്നുള്ളതാണ്. മോൻ പാടിയത് എനിക്ക് എൻ്റെ മനസ്സിൽ കൊണ്ടു. അത്ര എനിക്ക് പറയാനുള്ളൂ. അതാണ് സത്യം. സംഗതികളൊക്കെ കുറച്ചൊക്കെ തെറ്റി, കുറച്ച് വേറെ ഉണ്ടായിരുന്നു. പക്ഷെ അതല്ല, ശരിക്കും ഹാർട്ടിലേക്ക് ആഞ്ഞടിച്ചു അങ്ങോട്ട്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സംഗതികളിലൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് അർജുൻ. താങ്ക് യു. അർജുൻ്റെ മാർക്കിലേക്ക് പോയാലോ? ഗ്രാൻഡ് ജൂറി റെഡി? आजा आजा मैं हूँ प्यार तेरा अल्लाह अल्लाह इनकार तेरा ജീവ കൊള്ളാലോ. കിട്ടി. എന്റെ ടേണല്ലേ? സുജാത ചേച്ചിയുടെ ടേണാണ്. സുജൂസ് ബദ്ലഹേം. എനിക്ക് അർജുനായിട്ടല്ല സംസാരിക്കുന്നത്, എനിക്ക് അമ്മയായിട്ടാണ് സംസാരിക്കേണ്ടത്. അമ്മേ, അർജുന്റെ ഈ ഷൈ കളഞ്ഞ് എനിക്ക് തരുമോ? തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ പുൽക്കൂട്ടിലേക്ക്, ബെത്ലഹേമിലെ ഈ സ്വപ്ന വീട്ടിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. മാതളങ്ങൾ തളിർ ചൂടിയില്ലേ, കതിർപാൽ മണികൾ കനവാർന്നതില്ലേ, മതകൂജനമാ